പ്രൈസ് ദി ലോർഡ്. JCNDSD എന്ന ഈ ചാനലിലൂടെ ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളുടെ ഈ ചാനലിലൂടെ ദൈവജനം ശ്രവിക്കുകയും ഞങ്ങൾക്ക് വേണ്ട സപ്പോർട്ടുകൾ, നിങ്ങളുടെ സംശയങ്ങളും നിങ്ങളുടെ ചോദ്യങ്ങളും ഒക്കെ ചോദിച്ച് ഞങ്ങളെ വളരെയധികം ഞങ്ങൾക്ക് ഈ ശുശ്രൂഷ നിർത്താതെ അത് നിർവടിയായിട്ട് മുൻപോട്ട് കൊണ്ടുപോകാൻ വേണ്ട എല്ലാ പ്രേരണയും നിങ്ങൾ തന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദിയുണ്ട്. ഇന്ന് ഇവിടെ ആരംഭിക്കുന്ന ഒരു വിഷയം കുടുംബജീവിതത്തെ സംബന്ധിച്ചാണ്. വളരെ സൂക്ഷ്മതയോടെ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് കുടുംബജീവിതം എന്ന് പറയുന്നത്. ഇന്ന് വലിയ തകർച്ചയിലേക്ക് എത്തിയതിന്റെ കാരണം നമുക്കറിയാം. ഇന്ന് കുടുംബ കോടതികൾ വർദ്ധിക്കുന്നു, കുടുംബങ്ങളിൽ അസ്വസ്ഥത പെരുകുന്നു, ഒരു മാന്യതയില്ലാത്ത ജീവിതം സമൂഹത്തിൽ കാഴ്ചവെക്കുവാൻ അനേക കുടുംബത്തിന്റെ തകർച്ചകൾ അതിന് കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇതിനെക്കുറിച്ച് അല്പാൽപമായിട്ട് ഞങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഏതെല്ലാം വിഷയത്തിന്മേലാണ് നിങ്ങളുടെ കുടുംബത്തിൽ ഭാരങ്ങൾ വരുന്നത് എന്ന് ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങളെ കൊണ്ട് കഴിയാവുന്ന നിലയിൽ തിരുവചനത്തിലൂടെ നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തരുവാൻ ഞങ്ങൾ തയ്യാറാണ്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ തയ്യാറാണ്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴും വചനത്തെ അനുസരിക്കുമ്പോഴും നിങ്ങൾക്ക് അത് വലിയ വിടുതൽ ലഭിക്കും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതിന്റെ വെളിച്ചത്തിലാണ് ഞങ്ങൾ ഈ വിഷയം ഇടയ്ക്ക് മറ്റുള്ള വിഷയങ്ങൾ പറയുമ്പോൾ തന്നെ ഇടയ്ക്ക് കുടുംബജീവിതവും സംബന്ധിച്ചുള്ള വിഷയങ്ങൾ ഞങ്ങൾ സംസാരിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. കേൾവിക്കാരായിരിക്കുന്ന ആർക്കെങ്കിലും ഇത് പ്രയോജനം ഉണ്ടാകുവാൻ കർത്താവ് സഹായിക്കട്ടെ. നമുക്കറിയാം, കുടുംബം എന്ന് പറഞ്ഞാൽ അതിന്റെ ആക്ഷരികമായിട്ടുള്ള അർത്ഥം കൂടും ഇമ്പം എന്നാണ്. അപ്പോൾ കുടുംബത്തിൽ ഉണ്ടാകേണ്ട ഒന്ന് ഇമ്പമാണ്. സ്നേഹത്തിന്റെ അടിത്തറയാണ് കുടുംബജീവിതത്തിൽ അനിവാര്യമായിട്ടുള്ളത്. കാരണം ഈ കുടുംബം എന്നുള്ളത് മനുഷ്യൻ കണ്ടുപിടിച്ച ഒന്നല്ല. ഇത് സർവശക്തനായ ദൈവത്തിന്റെ, അഥവാ നമ്മുടെ മൂക്കിൽ ജീവശ്വാസം ഊതി തന്ന സൃഷ്ടിതാവായ ദൈവത്തിന്റെ മഹത്വമേറിയ ഒരു പദ്ധതിയാണ് കുടുംബ ജീവിതം അല്ലെങ്കിൽ കുടുംബം എന്നുള്ളത്. ആ പദ്ധതി വിജയിക്കണമെങ്കിൽ പൂർണ്ണമായിട്ട് ആ പദ്ധതിയെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്ന സൃഷ്ടിതാവിന്റെ കൽപ്പനകൾ അനുസരിക്കുക എന്നുള്ളത് അതിപ്രധാനമായിട്ടുള്ളതാണ്. വിശുദ്ധ ബൈബിൾ പറയുന്ന പ്രകാരം നമ്മുടെ കടപ്പാടുകൾ നാം തെറ്റിച്ചാൽ അത് നമ്മുടെ കുടുംബജീവിതത്തെ ബാധിക്കും. അത് വലിയ തകർച്ചയിലേക്കാകും. അത് വീണ് തകർന്നു പോകും. നാം അത് ശ്രദ്ധിക്കാതെ പോയാൽ അതിന്റെ വീഴ്ച ഭയങ്കരമായിരിക്കും. അത് ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വ്യക്തിയെ മാത്രം ബാധിക്കുന്ന വീഴ്ചയല്ല. ഒരു കുടുംബത്തിൽ ആരൊക്കെയുണ്ടോ അവർ എല്ലാം, മക്കൾ, ഭാര്യ, ഭർത്താവ്, മാതാപിതാക്കൾ, അവരെല്ലാം അത് സമൂലം ബാധിക്കുന്ന ഒരു വിഷയമാണ്. അപ്പൊ ദൈവവചനത്തെ ആധാരമായിട്ടും ദൈവവചനത്തിൽ പറയുന്ന കടപ്പാടുകൾ അനുസരിച്ചും നാം മുൻപോട്ട് പോയാൽ വലിയ സുന്ദരമാണ്, വലിയ അനുഗ്രഹമാണ്, വലിയ മനോഹരമാണ് കുടുംബജീവിതം എന്നുള്ളത്. നമുക്കറിയാം, ഇപ്പൊ ഇലക്ട്രോണിക് സാധനങ്ങൾ
കണ്ടുപിടിക്കുന്ന കമ്പനി, ആ കമ്പനി അത് കണ്ടുപിടിച്ച് അല്ലെങ്കിൽ അത് നമ്മുടെ ഭവനങ്ങളിൽ നമ്മളത് വാങ്ങുമ്പോൾ അതിനോടുകൂടെ ഒരു കാറ്റലോഗ്, ഒരു ഹാൻഡ് ബുക്കുമുണ്ട്. എങ്ങനെയാണ് ഈ ഇലക്ട്രോണിക് ഉപകരണം കൈകാര്യം ചെയ്യേണ്ടത് എന്ന് വ്യക്തമായി അതിൽ എഴുതിയിരിക്കും. ആ വ്യക്തത, ആ കൈകാര്യം ചെയ്യേണ്ട വിധം അനുസരിച്ച്, നിയമം അനുസരിച്ച് അത് മുൻപോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ആ ഇലക്ട്രോണിക് ഉപകരണം വളരെ നാളുകൾ നമുക്ക് മനോഹരമായ രീതിയിൽ, മറ്റ് അപശബ്ദമില്ലാതെ, മറ്റു പ്രശ്നങ്ങളില്ലാതെ അത് മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും. അതിന് പ്രധാനമായിട്ടുള്ളത് ഈ ഉപകരണം കണ്ടുപിടിച്ച എന്നുള്ള നിർദ്ദേശം എന്ന ആ കാറ്റലോഗ്, ആ ഹാൻഡ് ബുക്ക് പറയുന്ന പ്രകാരം നമ്മൾ കൈകാര്യം ചെയ്താൽ വളരെ മനോഹരമാണ്. അല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ള വിധത്തിൽ, നമ്മുടെ മനസ്സിന് ചിന്തിക്കുന്ന വിധത്തിൽ അത് കൈകാര്യം ചെയ്താൽ അത് പെട്ടെന്ന് കേടാകും, തകർന്നു. ഈ ടി വി ഒക്കെ ഇറങ്ങിയ ആ സന്ദർഭത്തിൽ ഞാൻ ഒരാളെ ഒരു വീട്ടിൽ കൊണ്ടുപോയി. എനിക്ക് ഈ ടി വി ഉപയോഗിക്കാനായിട്ട് എനിക്ക് അറിയത്തില്ല. ആ സന്ദർഭത്തിൽ ഒട്ടും അറിയത്തില്ല. ഇറങ്ങിയ സന്ദർഭങ്ങളിൽ ഞാൻ കൊണ്ടുപോയ ആ വ്യക്തി, നമ്മളൊരു വീട്ടിൽ ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ചെല്ലുമ്പോൾ നമ്മളോട് സ്നേഹമുള്ള വ്യക്തികൾ ആണെങ്കിൽ നമുക്ക് അവിടെ ഒരു കസേര തരും, നമുക്ക് അവിടെ ഒരു ഇരിപ്പിടം തരും, നാം അവിടെ ഇരിക്കുക. അല്ലാതെ നമ്മൾ അവരുടെ മേശയിൽ വെച്ചിരിക്കുന്ന ഉപകരണങ്ങളോ, അവിടെ ആ നമ്മളെ ഇരുത്തിയിരിക്കുന്ന റൂമിൽ പല ഉപകരണങ്ങൾ കാണും, അതൊന്നും കൈകാര്യം ചെയ്യേണ്ട ആവശ്യം നമുക്കില്ല. നമ്മളത് ചെയ്യരുത്. നമ്മൾ മാത്രമല്ല നമ്മുടെ പിള്ളേരെ കൊണ്ട് തുടിക്കരുത്. ഇതൊക്കെ ഒരു സാമാന്യ മര്യാദയാണ്. പക്ഷെ എൻ്റെ കൂടെ വന്ന വ്യക്തി, ആ വ്യക്തിക്ക് ആ വീട്ടുകാരുമായിട്ട് വലിയ പരിചയമൊന്നുമില്ല. പുള്ളി ടി വി കണ്ടു. ആ പുള്ളി ടി വി അവിടെ ഇവിടെയൊക്കെ കുത്തി ഓൺ ചെയ്യുന്ന രീതിയിലൊക്കെ കാണിച്ചു. അപ്പൊ ആ വീട്ടിലെ അമ്മച്ചി ഞങ്ങൾക്ക് ചായ ഇടാനായിട്ട് അടുക്കളയിലേക്ക് പോയിരിക്കുകയായിരുന്നു. ഏതായിരുന്നാലും ഞാൻ പറഞ്ഞു, നിങ്ങൾ അത് തൊടണ്ട, അത് കുഴപ്പമില്ലെന്നേ എന്ന് പറഞ്ഞ് അത് എന്തൊക്കെയോ കാണിച്ചു. നിമിഷം നേരം കൊണ്ട് അത് കേടായി. എന്ത് പറയാനാ? നമ്മൾ പരിജ്ഞാനമില്ലാതെ നമ്മൾ അതിൽ കൈ കൊണ്ട് അവിടെ ഇവിടെയൊക്കെ കുത്തിക്കഴിഞ്ഞപ്പോൾ നമുക്കറിയത്തില്ല. അറിയത്തില്ലാത്ത നമ്മൾ കൈകാര്യം ചെയ്യരുത്. അപ്പോൾ അതിന് ഒരു നിയമമുണ്ട്. ആ നിയമം അനുസരിച്ച് അത് കൈകാര്യം ചെയ്താൽ അത് കേടാകുകയില്ല. കുടുംബജീവിതം ഇങ്ങനെയൊക്കെ തന്നെയാണ്. ആവശ്യമില്ലാത്ത വിധത്തിലുള്ള ഇടപെടലുകൾ, ആവശ്യമല്ല ഇടപെടൽ, ആവശ്യമല്ല കൈകാര്യം ചെയ്ത്, അങ്ങനെയുള്ള ഇടപെടലും കൈകാര്യം നമ്മൾ ചെയ്യുമ്പോൾ എനിക്കെല്ലാം അറിയാവുന്നുള്ള ഭാവത്തിൽ, അല്ലെങ്കിൽ ഞാനിതിനെക്കുറിച്ച് കൂടുതൽ എനിക്കറിയാവുന്ന വ്യക്തിയായ, ഞാനത് ഒത്തിരി കണ്ടിട്ടുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള നിലവാരത്തിൽ അത് കൈകാര്യം ചെയ്താൽ അത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ കുടുംബജീവിതവും ദൈവമാണ് കണ്ടുപിടിച്ചിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ഉടമ സർവശക്തനായ ഏക ദൈവമാണ്. ആ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ചില നിർദ്ദേശങ്ങളും നിയമങ്ങളും ഉണ്ട്. ആ ചട്ടങ്ങൾ നമ്മൾ അനുസരിച്ചാണ് അത് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ കുഴപ്പമില്ലാതെ വളരെ നാളുകൾ മുൻപോട്ട് പോകും. അപ്പോൾ കുടുംബജീവിതത്തിന് ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട സംഗതി, ഭാര്യയും ഭർത്താവും അറിഞ്ഞിരിക്കേണ്ട കടപ്പാടുകൾ നിറവേറ്റുക എന്നുള്ളത്. അങ്ങനെ നിറവേറ്റി ഇല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് കാണാം, ദൈവജനത്തിന് വിരുദ്ധമായിട്ട് ദൈവജനത്തിൽ ഭർത്താവിന് കടപ്പാട് പറയുന്നുണ്ട്, ഭാര്യയ്ക്കുള്ള കടപ്പാട് പറയുന്നുണ്ട്, കുഞ്ഞുങ്ങൾക്കുള്ള കടപ്പാട് പറയുന്നു, മാതാപിതാക്കൾക്കുള്ള കടപ്പാട് പറയുന്നു, മറ്റുള്ളവരുമായിട്ട് നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കണം എന്നുള്ള കടപ്പാടുകൾ പറയുന്നു. ഇതെല്ലാം വളരെ ശ്രദ്ധിച്ച് നമ്മൾ കൈകാര്യം ചെയ്താൽ അത് വളരെ അനുഗ്രഹമാണ്. നമുക്ക് സ്വയമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ദൈവജനം പറയുന്നത് എന്താ? യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥ ജാഗരിക്കുന്നു. നമ്മുടെ കുടുംബജീവിതത്തിൽ
നമ്മുടെ പണിയോടൊപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ തരുവാൻ ഒരാളുണ്ട്, ഒരു നായകൻ, ഒരു ലീഡറുണ്ട്, നമ്മുടെ അപ്പൻ കർത്താവായ യേശു ക്രിസ്തു. അവൻ പറഞ്ഞിരിക്കുന്ന ആ നമ്മുടെ സ്വർഗീയ പിതാവ് പറഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ചല്ല നിങ്ങൾ ചലിക്കുന്നതെങ്കിൽ അത് വളരെ വളരെ ദുഃഖത്തിന്, ഞാൻ പറഞ്ഞുവല്ലോ, നമ്മുടെ മാത്രം ദുഃഖമല്ല, നമ്മുടെ ഒരു കുടുംബത്തിന്റെ തകർച്ച. അറിയ എത്ര കുടുംബങ്ങളാ ഇന്ന് അവരുടെ കുടുംബജീവിതത്തിൽ വളരെ ശ്രദ്ധിക്കാതെ അശ്രദ്ധ ഉള്ളവരായി അവര് അലസന്മാരായി അവര് കുടുംബജീവിതം നയിച്ച നിമിത്തമായിട്ട് എത്രയോ കുടുംബങ്ങൾ തകർന്നിരിക്കുന്നു. എത്രയോ ഭർത്താക്കന്മാർ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. എത്രയോ ഭാര്യമാർ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. എത്രയോ കുടുംബങ്ങളിൽ കൊലപാതകങ്ങൾ നടന്നിരിക്കുന്നു. നാം ദിവസവും തോറും പേപ്പറുകളിൽ നമ്മൾ കേൾക്കാറുള്ളതാണ്. എത്രയോ മക്കൾ അവർക്ക് കുടുംബത്തിൽ സ്വസ്ഥതയില്ലാതെ അവർ നാട് വിട്ടുപോയി ജീവനെ ഒടുക്കിയിരിക്കുന്നു. നമുക്കറിയാം, സോഷ്യൽ മീഡിയയിൽ നാം കഴിഞ്ഞ നാളുകളിൽ അനവധി ഭർത്താക്കന്മാരുടെ മരണം, ഭാര്യമാരുടെ മരണം, അവര് സോഷ്യൽ മീഡിയയിൽ വന്ന് എനിക്ക് സമാധാനമില്ല എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ അവസാനത്തെ വീഡിയോ ആണിത്, ഇനി ഞാൻ ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞ് എത്രയോ കുടുംബങ്ങൾ തകർന്നിട്ടുണ്ട്. അവരുടെ കുഞ്ഞുങ്ങൾ എത്രയോ അനാഥരായിട്ടുണ്ട്. വളരെ ശ്രദ്ധിച്ച് നമ്മൾ മുൻപോട്ട് കൈകാര്യം ചെയ്യേണ്ട വിഷയത്തിന്മേൽ ദൈവത്തിൽ ആശ്രയിക്കാത്ത നിമിത്തമായിട്ട് നമുക്കറിയാം അവിടെ വലിയ പരാജയങ്ങൾ സംഭവിക്കുന്ന ഇത് കാണുവാൻ കഴിയുന്നു. നമുക്കെല്ലാവർക്കും ദൈവം ഓരോ കടപ്പാടുകൾ തന്നിട്ടുണ്ട്. ആ കടപ്പാടുകൾ എന്തെന്ന് നമ്മൾ അറിയണം. അത് അറിഞ്ഞിട്ട് നമ്മൾ അറിഞ്ഞു മുൻപോട്ട് പോകണം. അവന്റെ ചട്ടങ്ങൾ, അവന്റെ നിയമങ്ങൾ നമ്മൾ പാലിക്കണം. അത് നമ്മുടെ കുടുംബജീവിതത്തിൽ പാലിക്കുന്നില്ലെങ്കിൽ അത് വലിയ ദുരന്തമായിട്ട് ഭവിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ദൈവത്തിന് സ്തോത്രം. ആകയാൽ വിവാഹം എന്നുള്ളത് സർവശക്തനായ ദൈവം കണ്ടുപിടിച്ച മഹത്വമേറിയ ഒന്നാണ് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത് എന്നത് ഈ അവസരം നമ്മൾ ചിന്തിച്ചു കൊള്ളണം. ഞാൻ ചില കാര്യങ്ങൾ മാത്രം ഇന്ന് സൂചിപ്പിക്കാം. ഏതെങ്കിലും തകർന്ന ജീവിതങ്ങൾ, തകർന്ന കുടുംബങ്ങൾ, അവരിൽ പോരാടിക്കൊണ്ട് നിൽക്കുന്ന ചില പോരാട്ടങ്ങൾ, തിരമാലകൾ, നമുക്കറിയാം വലിയ കൊടുങ്കാറ്റുകൾ അടിക്കും. 2 വീട് പണിക്കാരെ കുറിച്ച് നമ്മൾ ബൈബിൾ പഠിക്കുന്നുണ്ട്. ഒന്ന് പാറമേലാണ് പണിത്, മറ്റൊന്ന് മണൽമേ പണിത്. വളരെ 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 ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. പാറമേൽ പണിയുന്നവനെ കുറിച്ച് ബൈബിൾ പറയുന്നത് ആഴെ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ടത്. അല്പം പ്രയാസമുള്ളതാണ്. അത് ആഴെ കുഴിച്ച്, വളരെ കുഴിച്ച് പാറ കണ്ടെത്തുന്നവരെ താൻ അധ്വാനിച്ചു. നല്ല പാറമേൽ അടിസ്ഥാനമിടുകയാണ്. നമുക്കറിയാം, നമ്മൾ അടിസ്ഥാനം ഇടുമ്പോൾ ആ അടിസ്ഥാനം ആ പാറമേലായിരിക്കും. ഇളകാത്ത ഒരു പാറയുണ്ട്, തകരാത്ത ഒരു പാറയുണ്ട്. ഹല്ലേലൂയ. നമ്മളെ നേരെ നിർത്തുന്ന ഒരു പാറയുണ്ട്. നമുക്കറിയാം, അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത് ആ പാറ ക്രിസ്തുവായിരുന്നു. മറ്റൊരു മണലിന്മേൽ പണി എളുപ്പമാണ്. പെട്ടെന്ന് എന്ന് കണ്ടു ആ മണലെല്ലാം മണൽ പെട്ടെന്ന് ഒരു വാനം മാന്തുന്ന പോലെ മാന്തി പെട്ടെന്ന് പണി തീർന്നു. പാറമേൽ പണിയുന്ന പണി അല്പം ബുദ്ധിമുട്ടുള്ളതാണ്. മണൽമേൽ പണിയുക എന്ന് പറഞ്ഞാൽ അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. പെട്ടെന്ന് എങ്ങനെയെങ്കിലുമൊക്കെ പണിയാം, തട്ടിക്കൂട്ട് പണി. അങ്ങനെ പണിത് കുടുംബ ജീവിതം നയിക്കുന്നവരുണ്ട്. പക്ഷേ ഒരു വലിയ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ വരുമ്പോഴാണ് നിലനിൽപ്പിനെ ബാധിക്കുന്നത്. എന്താ നിലനിൽപ്പിനെ ബാധിക്കുന്നത്? നമുക്കറിയാം, 2 വീടിനും, പാറമേൽ പണിത വീടിനും മണൽമേൽ പണിത വീടിനും എന്താ പ്രശ്നങ്ങൾ വന്നപ്പോൾ ഒരേ പ്രശ്നമാണ്. കൊടുങ്കാറ്റടിച്ചു, തിരമാല പൊങ്ങി, അത് ആ വീടിന്മേൽ അത് വന്ന് ആഞ്ഞടിച്ചു. മണൽമേൽ പണിത വീട്
അതിന് അടിസ്ഥാനം ശരിയായിട്ടുള്ള അടിസ്ഥാനമല്ല, അടിസ്ഥാനം തെറ്റായതുകൊണ്ട്, ഉറപ്പില്ലാത്തത് കൊണ്ട് അത് വീണു. വീണു എന്ന് പറയുക മാത്രമല്ല അവിടെ നമ്മൾ കാണുന്നത് അതിന്റെ വീഴ്ച വലുതായിരുന്നുവെന്നാണ്. എന്നാൽ പാറമേൽ പണിത വീടിനും ഇതേ പ്രശ്നങ്ങൾ ഉണ്ടായി, ഇതേ പ്രതികൂലങ്ങൾ ഉണ്ടായി. അത് പാറമേൽ അടിസ്ഥാനമുള്ളതായിരുന്നു കൊണ്ട് വീടില്ല. പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന, കുടുംബജീവിതം നയിക്കുന്നത് വളരെ വിലപ്പെട്ടതും അനുഗ്രഹിക്കപ്പെട്ടതും ഉറപ്പുള്ളതും തകരാതെ നിർത്തുവാൻ, അവസാന ശ്വാസം വരെ നിർത്തുവാൻ ശക്തിയുള്ളവനിൽ നമ്മൾ ആശ്രയിക്കുന്നതിന് തുല്യമാണ്. ഹല്ലേലൂയ. തിരമാലകൾ പൊങ്ങി, കൊടുങ്കാറ്റടിച്ചു, പക്ഷേ എല്ലാ വീടിനും ഇതൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാ കുടുംബത്തിലും പ്രശ്നങ്ങളില്ലാത്ത കുടുംബങ്ങളൊന്നുമില്ല. പ്രശ്നമില്ലാത്ത ഒരു കുടുംബവുമില്ല. എല്ലാ കുടുംബങ്ങളിലും കൊടുങ്കാറ്റും പ്രശ്നവും വലിയ പ്രതിസന്ധികളും ഒക്കെ എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാകും. അങ്ങനെ എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാകുമ്പോൾ നിലനിൽക്കണമെങ്കിൽ നമ്മുടെ അടിസ്ഥാനം ശരിയായ നിലയിൽ അടിസ്ഥാനമിടണം. അടിസ്ഥാനമിടുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ദൈവം വെച്ചിരിക്കുന്ന ഓരോ കടപ്പാടുകള് വ്യക്തമായിട്ട് നിറവേറ്റി മുൻപോട്ട് പോകുവാൻ തീരുമാനമെടുത്ത് ഉറച്ച് മുൻപോട്ട് പോകണം. മനുഷ്യനെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടിയല്ല നമ്മുടെ ജീവിതം. ഒന്നാമത് ദൈവത്തെ. ബൈബിൾ പറയുന്നുണ്ട്, മുപ്പിരിച്ചവരുടെ വേഗത്തിൽ അറ്റുപോകയില്ല. ഭാര്യ, ഭർത്താവ്, കർത്താവ്. അപ്പോ നമ്മൾ ഇതിനെക്കുറിച്ചായിരിക്കും വരും ദിവസങ്ങളിൽ നമ്മൾ കൂടുതലായിട്ട് ചിന്തിക്കുവാൻ, പഠിക്കുവാൻ പോകുന്നു. ഹല്ലേലൂയ. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിന്റെ ഇതിന്റെ അടിസ്ഥാനം ഇട്ടത് കർത്താവ് തന്നെയാണ്. 2-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് ദൈവശബ്ദം നമ്മൾ ശ്രദ്ധിക്കണം. മനുഷ്യൻ ഏകരായിരിക്കും നന്നല്ല, ഞാൻ അവന് തക്കതായ ഒരു തുണ ഉണ്ടാക്കി കൊടുക്കും. ഞാൻ അവന് തക്കതായ ഒരു തുണ ഉണ്ടാക്കി കൊടുക്കും. അപ്പൊ തുണ ഉണ്ടാക്കി തരേണ്ടത് ദൈവമാണ്. ദൈവത്തിൽ ആശ്രയിക്കുക. നമുക്കറിയാം, ആദം ഉറങ്ങി, ആദമിന് ഒരു നിദ്ര കൊടുത്തു. ഉറക്കം എന്ന് പറയുന്നത് നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത നിമിഷം, നമ്മൾ അറിയാത്ത നിമിഷം, നമ്മൾ വിശ്രമിക്കുന്ന നിമിഷം. അപ്പൊ നമ്മൾ അറിയാത്ത, നമ്മൾ പ്രതീക്ഷിക്കാത്ത ഈ വിശ്രമം ദൈവത്തിൽ ആയിരിക്കുന്നാൽ, ദൈവത്തിൽ ആശ്രയിച്ചാൽ അതിന്റെ പിൻപിൽ പ്രവർത്തിക്കുന്ന ദൈവം തന്നെയാണ്. ഹല്ലേലൂയ. ഞാൻ കേട്ടിട്ടുണ്ട്, ഈ കുടുംബജീവിതം തകരാതെ നിന്നിട്ടുള്ള അനേകരുടെ സാക്ഷ്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. അവരുടെ ജീവിതത്തിൽ പ്രശ്നം ഒന്നും ഇല്ലാതെ അല്ല, അനവധി തകർന്ന് തരിപ്പണമായി അടിക്കുന്ന കൊടുങ്കാറ്റിന്റെ മധ്യത്തിൽ അവര് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കൊടുങ്കാറ്റുകൾ ഉണ്ടാകും. ഹല്ലേലൂയ. പ്രശ്നങ്ങൾ ഉണ്ടാകും. ഈ പ്രശ്നങ്ങളും കൊടുങ്കാറ്റുകളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മുടെ വിവാഹത്തിന് നാം വിളിച്ചപ്പോൾ ആ ക്ഷണമനുസരിച്ച് വന്ന ആർക്കും നമ്മുടെ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല, കഴിഞ്ഞെന്ന് വരില്ല. നമ്മൾ തന്നെ അത് മുൻപോട്ട് കൊണ്ടുപോകുവാനും നമുക്ക് കഴിയില്ല. ഇവിടെയാണ് മൂന്നാമത് ഒരു വ്യക്തിയുടെ സഹായം ആവശ്യമായി വരുന്നത്. ആ വ്യക്തി തികച്ചും മനുഷ്യനല്ല, ദൈവം തന്നെയാണ്. ഞാന് ഈ കൊച്ചിയിൽ വന്നിട്ട് ഇപ്പോൾ 37 വർഷമായി. ഈ 37 വർഷത്തിന് മുമ്പ് ഞാനിവിടെ വരുന്ന അവസരത്തിൽ യന്ത്രങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ മോട്ടോർ നിമിത്തമായിട്ട് ഓടിക്കുന്ന വഞ്ചികൾ ഇല്ലായിരുന്നു. 37-40 വർഷത്തിന് മുമ്പ്
മിക്കവാറും നല്ല ഭാഗം ആൾക്കാരും തുഴ വെച്ച് തുഴഞ്ഞ് കടലിൽ പോയി മീൻ പിടിച്ചു കൊണ്ടുവരുന്ന ഒരു രീതിയായിരുന്നു. ഇക്കാലത്ത് നമുക്കറിയാം അത് വളരെ ചുരുക്കമാണ്. എല്ലാ വഞ്ചിക്കും അല്ലെങ്കിൽ എല്ലാ വള്ളത്തിനും അത് യമഹയുടെയോ മറ്റെന്തിൻ്റെയെങ്കിലും യന്ത്രം ഘടിപ്പിച്ചിട്ടുണ്ടാകും. സാധാരണ പണ്ട് 2 വ്യക്തികൾ ഈ വഞ്ചിയിലിരുന്ന് തുഴഞ്ഞു പോകുന്നത് കടൽ തീരത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരാൾ ഫ്രണ്ടിലും ഒരാൾ പുറകിലും ഇരുന്ന് തുഴയാറുണ്ട്. ഇത് തുഴയുന്നതിന് മുമ്പ് അവിടെ കൂടി നിൽക്കുന്ന മറ്റുള്ളവരല്ല ഇത് ഈ കടലിലേക്ക് തള്ളിവിടും. ഒരു പാട്ടുമൊക്കെ പാടി അല്ലെങ്കിൽ ഏലയ്യ എന്നൊക്കെ പറഞ്ഞ് അത് തള്ളി അങ്ങോട്ട് വിടും. തള്ളി വിട്ട് കഴിയുമ്പോൾ കരയിൽ നിന്ന് അത് വെള്ളത്തിൽ ഇറങ്ങി കഴിയുമ്പോൾ ഈ വഞ്ചിയിൽ പോകേണ്ട 2 പേര് തുഴയുക. അത് തുഴഞ്ഞ് മുൻപോട്ട് പോകുമ്പോൾ ഈ തള്ളിവിട്ട വ്യക്തികൾക്ക് ഇവരെ സഹായിപ്പാൻ പറ്റില്ലാത്ത ഒരു നിലയിലേക്ക്, ഒരു സ്റ്റേജിലേക്ക് ഈ വഞ്ചി എത്തും. അവിടെ വലിയ കൊടുങ്കാറ്റും തിരമാലയും ഒക്കെ കടന്നു വരുമ്പോൾ ഈ 2 വ്യക്തികൾ മാത്രമേ തുഴയാൻ കാണൂ. വളരെ പ്രോത്സാഹിപ്പിച്ച്, വളരെ സന്തോഷിപ്പിച്ച് പാട്ടും പാടി ആ വെള്ളത്തിലേക്ക് തള്ളിവിട്ട ഒരു വ്യക്തിയെയും അവിടെ കാണുകയില്ല. അവിടെ തികച്ചും നമുക്ക് ആവശ്യമായിരിക്കുന്ന ഒരു സഹായമാണ്. മറ്റൊരുവന്റെ സഹായം ആവശ്യമുള്ള സ്ഥലത്ത് നമ്മളെ പ്രോത്സാഹിപ്പിച്ച് നമ്മളെ തള്ളിവിട്ട ഒരൊറ്റ വ്യക്തി ആ ക്രിട്ടിക്കൽ മൂവ്മെന്റിൽ, ആ നിർണായക ഘട്ടത്തിൽ ആരും കാണില്ല. ഇവിടെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. നമുക്കറിയാം, നമ്മൾ കല്യാണത്തിന് വിളിക്കുന്ന, നമ്മൾ ക്ഷണിക്കുന്ന ആൾക്കാരൊക്കെ വരും, നല്ലൊരു ചാപ്പാട് കഴിക്കും, എന്തെങ്കിലും പൈസ തരും. ആ പൈസ അവർക്ക് പറ്റുന്ന വിധത്തിലുള്ള നിലയിലുള്ള സഹായം ചെയ്യും, അവര് പോകും. പിന്നെ ഈ 2 പേര് വേണം തുഴയാൻ. അത്യാവശ്യ സമയത്ത് നമുക്ക് പൈസ തന്ന് സഹായിച്ചവരോ നമ്മൾ കൊടുത്ത ആഹാരം കഴിച്ചവരെയോ ഒന്നും കാണുകയില്ല, കണ്ടെന്ന് വരില്ല. അതുകൊണ്ടാണ് നമ്മുടെ അടിസ്ഥാനം ഏതിന്മേൽ ഉറപ്പിച്ച് മുൻപോട്ട് പോകണമെന്ന് നാം തീരുമാനമെടുത്തോണം. അല്ലെങ്കിൽ തകരും. വലിയ തിരമാലയുടെ മധ്യത്തിൽ, വലിയ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ നിങ്ങൾ തുഴഞ്ഞ് കുഴഞ്ഞ് അവിടെ തകർന്ന് തരിപ്പണമാകേണ്ട സ്റ്റേജ് ഉണ്ടാകും. ഇവിടെയാണ് നമ്മുടെ സൃഷ്ടിതാവായ ദൈവത്തിന്റെ പ്രവൃത്തി വലുതായി നമ്മൾ കാണേണ്ടത്. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാർ വൃഥ ജാഗരിക്കുന്നു. നമ്മള് ഇത്രയൊക്കെ മുൻപോട്ട് പോയതേ നമ്മുടെ വലിയ കഴിവോ പുണ്യപ്രവൃത്തിയോ, നമ്മൾ വലിയ നീതിമാന്മാരായിട്ടൊന്നുമല്ല. പക്ഷെ നമ്മള് ഒരുവനിൽ ആശ്രയിച്ചു. ഒരുവനോട് പറഞ്ഞു, ഞങ്ങളെ പിടിച്ചുകൊള്ളണം. ദാവീദ് പറഞ്ഞ പോലെ, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞു, എന്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. എന്റെ കാലുകളെ അവനൊരു പാറമേൽ നിർത്തി, എന്റെ ഗമനത്തെ സ്ഥിരമാക്കി. അപ്പൊ നമുക്ക് മനുഷ്യന്റെ സഹായം ഒരു പരിധി വരെ മാത്രം, ആ കരയിൽ നമ്മൾ കിടക്കുമ്പോൾ മാത്രം, അവരോട് അടുത്ത് നിൽക്കുമ്പോൾ മാത്രം, അവരോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ മനുഷ്യന് നമ്മളെ സഹായിപ്പാൻ കഴിയൂ. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരും ഒരു പരിധിക്കുള്ളിൽ നിൽക്കുന്നവരാ. അവര് ചില പരിധിക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്നവരാ. പരിധി വിട്ട് മറ്റാർക്കും നമ്മളെ സഹായിപ്പാൻ പറ്റില്ലാത്ത സമയത്ത് നമ്മളെ സഹായിക്കേണ്ടത് സർവശക്തനായ ഏക ദൈവമാണ്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസ പടക് തകരാതിരിക്കണമെങ്കിൽ, നമ്മുടെ കുടുംബജീവിതം തകരാതിരിക്കണമെങ്കിൽ, നാം മുറുകെ പിടിക്കേണ്ടവനെ ഒന്നാമത് പിടിച്ചിരിക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാനിത് പറയുന്നതിന്റെ കാരണം, ഏതെങ്കിലും വിധത്തിൽ തകർച്ച ഭവിച്ചവരായി,
കുടുംബത്തിൽ അവർക്ക് നിലനിൽപ്പില്ലാതെ, സ്വസ്ഥതയില്ലാതെ, ഇനി ഞാൻ എന്തു ചെയ്യും കർത്താവേ, എന്തു ചെയ്യും ദൈവമേ എന്ന് ചോദിച്ച് നിലവിളിക്കുന്ന ആരെങ്കിലും കേൾക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ദൈവവചനത്തിലൂടെ ഉറപ്പ് തരുവാൻ ഞങ്ങൾക്ക് കഴിയും. നിങ്ങൾ കർത്താവായ യേശുവിനെ മുറുകെ പിടിച്ചാൽ, യേശുവുമായിട്ട് ഒരു വലിയ ബന്ധം സ്ഥാപിച്ച് നിങ്ങൾ മുൻപോട്ട് പോകുവാൻ ഒരു തീരുമാനമെടുത്താൽ, നിന്നെ മുൻപോട്ട് നയിക്കുന്ന ആ ദൈവത്തിന്റെ കരം, അത്ഭുതങ്ങളുടെ കരം, വീര്യപ്രവൃത്തികളുടെ കരം, മുൻപോട്ട് നിന്നെ നയിക്കുന്ന കരം, തകർന്നു പോകാതെ നിന്നെ മുൻപോട്ട് നയിക്കുന്ന കരത്തിന്റെ ശക്തി നീ കാണുവാനിടയായിത്തീരും. ഹല്ലേലൂയ. അപ്പൊ കുടുംബത്തിന്റെ അടിസ്ഥാനം കർത്താവായ യേശുവാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ എന്താ? അവൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഒറ്റയ്ക്കിരിക്കുന്നത് നല്ലതല്ലെന്ന് കണ്ടവൻ ദൈവമാണ്, അവന് തക്കതായ തുണ. അതുകൊണ്ടല്ലേ എബ്രായ ലേഖനം പറയുന്ന വിവാഹം എല്ലാവർക്കും മാന്യവ. വിവാഹം എല്ലാവർക്കും മാന്യവ. അത് തിരുമേനിക്കും മാന്യവ, അയ്മേനിക്കും മാന്യവ. അത് പാർഷക്ക് മാന്യവ, വിശ്വാസിക്ക് മാന്യവ. ഒരു പാർഷായിരുന്നാൽ വിവാഹം കഴിച്ചിരിക്കണം. ഒരു പാർഷ ഏക ഭാര്യയുടെ ഭർത്താവായിരിക്കണം. കുടുംബത്തെ നന്നായി ഭരിക്കുന്നവനായിരിക്കണം. അതുകൊണ്ട് കുടുംബജീവിതത്തെ കുറിച്ചാണല്ലോ നമ്മുടെ വിഷയം. അത് വളരെ ഗൗരവത്തോടെ പ്രിയ സ്നേഹിതരെ, നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും നിങ്ങൾ പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ ജീവിതം ഏതെങ്കിലും വിധത്തിൽ തകരാറിൽ ആയിരിക്കുന്നുവെങ്കിൽ അതിനൊരു വലിയ വിടുതലുണ്ട്, അതിന് പരിഹാരമുണ്ട്. ആത്മഹത്യ ഒരിക്കലും നിങ്ങളുടെ വിഷയത്തിന്മേൽ പരിഹാരമല്ല. അത് നിങ്ങളുടെ ജീവിതത്തിൽ അത് സാത്താൻ കൊണ്ടുവരുന്ന ഒരു വലിയ തന്ത്രമാണ് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ഹല്ലേലൂയ. നമുക്കറിയാം, കുടുംബ തകർച്ചയുടെ പരിഹാരത്തിന് വേണ്ടി സാത്താൻ പല തന്ത്രങ്ങളും പ്രയോഗിക്കും. ഉപദ്രവങ്ങള്, ഭാര്യയെ വീട്ടിൽ പറഞ്ഞു വിടുക, ഭർത്താവ് ഇറങ്ങിപ്പോവുക, അല്ലെ ഭീഷണിപ്പെടുത്തുക, ഒത്തിരി തന്ത്രങ്ങളുണ്ട്. ഇതെല്ലാം പരിഹാരമാണെന്ന് ചിന്തിച്ച് നമ്മളെ കൊണ്ട് പിശാജിന്റെ കയ്യിലെ കളിപ്പാവകളായ ഇവരെ കൊണ്ട് ചെയ്യിക്കുന്ന വലിയ ബുദ്ധിശൂന്യമായിട്ടുള്ള പ്രവൃത്തിയാണ്. അസഭ്യങ്ങൾ പറയുക, ഭാര്യയെ ഉപദ്രവിക്കുക, ഭർത്താവിനെ ഉപദ്രവിക്കുക, ഇറങ്ങിപ്പോകുക, മറ്റുള്ളവന്റെ കൂടെ അല്ലെങ്കിൽ പോവുക, ഒരുവളുടെ കൂടെ പോവുക, കാണിച്ചു തരാമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് മറ്റ് ആരുടെയെങ്കിലും കൂടെ ചെന്ന് അല്പസമയം ജീവിക്കുക. ഇതൊക്കെ സാത്താൻ കൊണ്ടുവരുന്ന തന്ത്രങ്ങൾ. അവിടെയൊന്നും പ്രശ്നം പരിഹാരം അല്ല വരുന്നത്. അവിടെയെല്ലാം പ്രശ്നങ്ങൾ രൂക്ഷമായി വളർന്നു വരുന്ന തലമുറ, വളർന്നു വരുന്ന മക്കൾ, അവരെല്ലാം തകർന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നിങ്ങൾ എന്നെ കേൾക്കുന്ന മാന്യ സ്നേഹിതരെ, ഈ വിഷയങ്ങൾ ഞങ്ങൾ ദൈവവചനത്തിൽ ആശ്രയിച്ചും കർത്താവിൽ ആശ്രയിച്ചും വചനത്തിന്റെ വെളിച്ചത്തിലും ചില ബുദ്ധി ഉപദേശങ്ങൾ തരുവാനാണ് ഞങ്ങൾ വരും ദിവസങ്ങളിൽ ഞങ്ങൾ ആലോചിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് അത് അനുഗ്രഹമായി തീരണം. അതുകൊണ്ട് വിവാഹം സ്ഥാപിച്ചത് സർവശക്തനായ ദൈവമാണ്. അതിന്റെ പരിഹാരം നിങ്ങൾക്ക് ദൈവം തന്നെ തരും. എങ്ങനെ ജീവിക്കണം എന്നുള്ളത് ഞങ്ങൾ ദൈവജനത്തിലൂടെ നിർദ്ദേശം തരും. നിങ്ങൾ അതനുസരിച്ചാൽ നിങ്ങൾക്കത് വിടുതലായിരിക്കും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. കർത്താവാണ് പറയുന്നത്, മനുഷ്യൻ ഏകനായിരിക്കും നന്നല്ല എന്ന് ദൈവം കണ്ടു. തക്ക തുണ. ആദം അത് കണ്ടെത്തിയില്ല. തക്ക തുണയ്ക്ക് വേണ്ടി ആദം ഓടി നടന്നില്ല. അതിനുവേണ്ടി യാതൊരു വിധത്തിലുള്ള പരിശ്രമവും ചെയ്തില്ല. അവൻ ദൈവത്തിൽ വിശ്രമിച്ചു. അവൻ ദൈവത്തിന്റെ ഹിതപ്രകാരം വിശ്രമിച്ചു, ആശ്രയിച്ചു, ദൈവത്തിൽ ആശ്രയിച്ചു. യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകും. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക്, കുടുംബജീവിതത്തിൽ നിങ്ങളെ അലട്ടുന്ന നിങ്ങളെ കാർന്നു തിന്നുന്ന പ്രശ്നങ്ങൾ എന്തോ അത് ദയവായി ഞങ്ങളുടെ ഈ ചാനലിൽ കമന്റായി അറിയിക്കുക. നിങ്ങൾക്ക് വേണ്ട പരിഹാരങ്ങൾ ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ നിങ്ങളുടെ കുടുംബം തകരാതിരിക്കുവാൻ,
നിങ്ങളുടെ തലമുറ നശിക്കുവാതിരിക്കുവാൻ ഞങ്ങൾ നിർദ്ദേശങ്ങൾ നൽകുന്നതായിരിക്കും. ഇന്ന് ഈ ഭാഗം ഇവിടെ നിർത്തുന്നു. വരും ദിവസങ്ങളിൽ പല വിഷയങ്ങളെ ആസ്പദമാക്കി പല കാര്യങ്ങൾ ദൈവദാസന്മാർ സംസാരിക്കുന്നതായിരിക്കും. ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.